നമ്മൾ കഷ്ടകാലം എന്തോരം നല്ല വീഡിയോസ് ഇട്ടുണ്ട്, നമുക്ക് കാര്യമില്ല, നമുക്ക് കയറുന്നില്ലേ, റീച്ച് ആവണില്ലേ. ഇപ്പോൾ ഒരു 3 മാസത്തോളമായിട്ട് നമ്മൾ ചത്തെടുക്കാന്ന്. 3 മാസമായിട്ട് നമ്മൾ ലൈവിലും വ്യൂസ് ഇല്ല, ഷോർട്സിലും വ്യൂസ് ഇല്ല, ലൈവിലും വ്യൂസ് ഇല്ല, ഒന്നുമില്ല. സബ്ബാണ് കയറുന്നത് ആകെ ഒരു ദിവസം 5-6 മാക്സിമം. അതിനപ്പുറത്തേക്ക് സബ്ബും കയറണതില്ല. പ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ പണ്ട് ചെയ്ത് അല്ല മറ്റേ ഷാജി ഒരു ചെറിയ വീട് എന്നുള്ള ഒരു ചാനലുണ്ട്. ആൾ പറയുക എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ആളെ ലൈവിൽ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ ആൾക്കാരെ ചാനൽ വ്യൂസ് കുറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെ ചാനലിലും ഡൗൺ ആയി നിൽക്കുന്നുണ്ടാവും. ഇത്രയൊക്കെ റീച്ച് വ്യൂസ് 28 ദിവസത്തെ വ്യൂസ് നോക്കി കാണാൻ പറ്റും, എത്രയൊക്കെ താഴെ നിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി അവനാണ് ചെയ്തു പറഞ്ഞിട്ട് അപ്പോഴാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മളെ ഒരു 58-60 ഡൗൺ ആയിട്ട് കിടക്കുന്നത്, 160 ഡൗൺ ആയിട്ട് കിടക്കുക നമ്മൾ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ഇതുപോലെ റീച്ച് ഔട്ട് ആയപ്പോൾ നമ്മൾ ഒരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പണി ഞങ്ങളുടെ എടുത്തിട്ട് ഇതിൽ കിട്ടും, യൂട്യൂബിലിട്ടു. അങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ കയറി വരുന്നുകൊണ്ടിരിക്കുന്നു കുറേശ്ശെ. പിന്നെന്താണ്, ഞാനിന്ന് പകൽ ഉറങ്ങിയടാ ഉച്ചയ്ക്കും എന്ന് പറഞ്ഞിട്ടാ. അതെ, കൊച്ചിനെ അന്വേഷിക്കുന്നുണ്ട്. രാഹുൽ ടീം ജസ്റ്റിസ് MLS മസ്കറുണ്ട്, ഹായ് പറയുന്നുണ്ട്. ഹായ് MLS, ഞങ്ങൾ നിർത്താറായിട്ടാ പോവാണ്. ജസ്റ്റിസ് ബ്രോനെ അന്വേഷിക്കുന്നുണ്ട്. കൊച്ചു ടീം ജസ്റ്റിസ് ബ്രോ ഹലോ പറയുന്നുണ്ട്. പിന്നെന്താണ്, ജസ്റ്റിസ് ബ്രോ കൊച്ചു ഉടനെ കാണും എന്ന് പറഞ്ഞിട്ടാ. ജസ്റ്റിസ് ബ്രോ പുതിയ വീഡിയോ ഇട്ടില്ലേക്കിട്ടാ. രമ്യ മൈ ഹാർട്ട് ഗുഡ് നൈറ്റ്, ഹായ് ഗുഡ് നൈറ്റ് ആണെന്നുണ്ട്. ഗുഡ് നൈറ്റ് കരുണ രമ്യ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ പോവാണ്, സ്റ്റോപ്പ് ചെയ്യണം, 10 മുക്കാൽ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെന്താണ് വിശേഷം? ഞങ്ങളിത് കയറാൻ പറ്റില്ല, ഞങ്ങളുടെ വീട്ടിൽ പോയിക്കാന്നു. 8:50 തിരിച്ച് ഇവിടെ എത്തുമ്പോൾ അപ്പോൾ തന്നെ ലൈവിൽ കയറുകയും ചെയ്തു. പിന്നെന്താണ്, വയനാട് WYD വെബ്സ് ഞാൻ 6 മന്ത് ആയിട്ടുള്ളൂ എന്നല്ലേ. അടിപൊളി, സൂപ്പറായിട്ടുണ്ടോ. നമ്മളൊരു വർഷം 3 മാസം കഴിഞ്ഞു കഴിയുന്നില്ല. വിൽക്കണ്ണ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടോ, പല്ലുവേദന സീനാണെന്ന് പറഞ്ഞിട്ടാ കൊച്ചു. ഓക്കെ, നമുക്ക് നിർത്താടാ കൊച്ചു. നീ എന്തെങ്കിലും മറ്റേ ഉപ്പിൻ്റെ എന്തെങ്കിലും ചെയ്യും, ഉപ്പുവെള്ളം പിടിക്കുക എന്തെങ്കിലും ചെയ്യും വേദന മാറാനായിട്ടാ കൊച്ചു. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി എന്തെങ്കിലും ഇടുക, സ്വൽപ്പിടുക. എന്നിട്ട് ആ വെള്ളം ചെറു ചൂട് തന്നെ വയലിൽ കൊള്ളുക. അതിനൊരു 10 തവണ കുലുക്കുൽ തുപ്പി കളയും, അപ്പോൾ വേദന കുറയുണ്ടാകും. ഹോപ്പ് ഓക്കെ ജസ്റ്റിസ് ബ്രോ എന്നുണ്ട് കൊച്ചും. ഹോപ്പ് ഹോപ്പ് വിൽ ബി എവറിത്തിങ് ഓക്കെ എന്ന് പറഞ്ഞിട്ടാ. താങ്ക് യു. പിന്നെന്താണ്, പൂച്ചോ ന്യൂസ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് രാഹുൽ. ഓക്കെ, പകൽ നല്ല തലവേദന ആയിരുന്നു. ഈവനിങ് ഒരാൾ പറഞ്ഞു ചൂട് ടീ കുടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ, അപ്പോൾ ശരിയായിരുന്നുള്ള. ചൂട് ടീ കുടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ. ഓക്കെ, യാത്ര രമ്യ ചേച്ചി ഇന്നത്തെ ലൈവ് വൈബായിരുന്നു എന്ന് പറഞ്ഞിട്ടാ യാത്ര. പിന്നെന്താണ്, ഉറങ്ങിക്കോ കൊച്ചു എന്ന് പറഞ്ഞിട്ടാ വിക്കി. കൊച്ചു വിക്കാണ് അപ്പോഴും ചോദിക്കാൻ മറന്നു. ചോദിക്കും താൻ വിദ്യനാണോ ചോദിച്ചിട്ടാ. എന്താണോ വിക്കണ്ണ അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? അണ്ണനും അശ്വിനി ചേച്ചിയും നിർത്തിയിട്ട് ആണ് പോവാൻ. നിർത്തിയിട്ട് അവർക്ക് പോയി. ഞാൻ വന്നേ ഷരീസ്, ഞങ്ങൾ പോവാണ് ഷരീസ്. എല്ലാവർക്കും ഉറക്കം വരുന്നു, തലവേദനയൊക്കെയാണ്. ഇപ്പോൾ 10:45 നിർത്താം, അതുവരെ വെയിറ്റ് ചെയ്തൊക്കെ കാലം പിടിച്ച് പറഞ്ഞ് നിർത്തിണ്ടാവും. 10:45 കഴിഞ്ഞു, 11 മണി അവനെ പോകുന്നത്. ഷൈൻസ് എന്ത് പറ്റി? പിന്നെന്താണ്, വിഷയം പൊടി കൈകൾ അത്യാവശ്യം പൊടിക്കൈകൾ എനിക്ക് അറിയാൻ കൊച്ചു എന്നുണ്ട് വിക്കി. ഓക്കെ, ഉപ്പിട്ട് ഒരു സോഡ നിറഞ്ഞ കുടിക്കട്ടെ വീണെന്ന് പറഞ്ഞിട്ടാ. ഓക്കെ, എങ്കിൽ ഞാനിപ്പോൾ ഗുഡ് നൈറ്റ് പറയാം, അപ്പോൾ എല്ലാം പോകുന്നുണ്ട് വിക്കി. വിദ്യൻ തന്നെ നിങ്ങൾ വിൽക്കണ്ട പറഞ്ഞിട്ടാ. ഗുഡ് നൈറ്റ് കൊച്ചു ഉമ്മ എന്ന് പറഞ്ഞിട്ടാ വിക്കി. ഗുഡ് നൈറ്റ് ഓൾ എന്ന് പറയുന്നത്. ഇയാൾ എന്നെ കളിയാക്കുക വിപിനണ്ണ. വേറെ ആരോ മെസ്സേജ് വായിച്ചാലും അയാൾ നേരെ വായിക്കും. എൻ്റെ മെസ്സേജ് അയാൾ തെറ്റി വായിച്ചിട്ട് വായിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനെന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണുമ്പോൾ കുറച്ച് മനസ്സിൽ വായിച്ച് പഠിച്ചിട്ട് ഞാൻ വായിക്കുള്ളൂ. ഇരിക്കണ്ണ ഉമ്മ ബൈ ഉണ്ട് കൊച്ചു. ഷെൻസ് ആണോ ഹസ് വന്നു സോങ് നോക്കാൻ ഈ ടൈമിൽ നോക്കാൻ പറ്റുമെന്ന്